സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ചേച്ചിക്കും സുഖമാണ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഡിഷ്, ഒരു സ്പെഷ്യൽ ഡിഷാണ്. എൻ്റെ മാങ്ങാക്കറി എല്ലാവരും ഉണ്ടാക്കിയോ? നല്ലയാണോ? കമൻസ് ഇടണേ. ഈ ഇന്നത്തെ ഡിഷ് ഇതെൻ്റെ പപ്പയുടെ ഫേവറേറ്റ് ഡിഷാണ്. എൻ്റെ പപ്പ ഇപ്പം ജീവിച്ചിരിപ്പില്ല. ഇതിനെന്തൊക്കെ വേണം, ഇതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതിനായിട്ട് ഒരു 6 തക്കാളിക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് 2ആയിട്ട് പീസാക്കി അത് ഇങ്ങനെ ചെറിയ സ്ലൈസായിട്ട് നീളത്തിൽ അരിയേണ്ടത്. അതിനായിട്ട് സവാള ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഇനി ഇടാം. സവാള അല്ല ടേസ്റ്റാണ് ഇതിനുള്ളത്. അത് നീളത്തിൽ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണം. പിന്നെ പച്ചമുളക് ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. നമ്മൾ വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെ എരിയേ ഉള്ളതിന്. അതനുസരിച്ച് നിങ്ങൾക്ക് എരിവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2 കറിവേപ്പില, ഇച്ചിരി മല്ലിയില, ഉപ്പ് ആവശ്യത്തിന്, കടുക് 1 ടീസ്പൂൺ. ഇത് വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ്. അത് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. ഇതൊരു തട്ടിക്കൂട്ട് കൂട്ടാനാണ്. നമ്മുടെ ബാച്ചിലേഴ്സ് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാവുന്ന ഒരു ഡിഷാണ്. ഇതെങ്ങനെ ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു കടായി വെച്ച് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു. ചൂടായി നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി കറിവേപ്പില ഇടാമേ. കറിവേപ്പില ഇടുമ്പോൾ ഒന്ന് മാറി നിന്നിടെ ചേച്ചിക്ക് ഒരു അനുഭവം ഉണ്ടായ. ഇനി നമുക്ക് ആ ഉള്ളി ഇടാം. കാരണം തക്കാളിക്കായ്ക്ക് അധികം വേവില്ല. അതുകൊണ്ട് ഉള്ളി നമുക്ക് ഇച്ചിരി ഒന്ന് വഴറ്റിയെടുക്കാം. എത്രയും സ്ലൈസായിട്ട് അരിയാമോ അത്രയും സ്ലൈസായിട്ട് അരിയുക. സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ എരി അനുസരിച്ച് പച്ചമുളക് ചേർക്കാമേ. ഇനി തക്കാളിക്ക ചേർക്കാം. കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാമേ. ഒത്തിരി ഇടണ്ട. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് അടച്ചിരിക്കാം. ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ഇച്ചിരി വെളിച്ചെണ്ണ കൂടുതൽ വേണം. ഇനി തുറന്ന് കിടന്ന് വേവട്ടെ. നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് മതി. ഇത് നല്ലതുപോലെ വഴന്നിട്ടുണ്ട്. നല്ലതുപോലെ ഇതിങ്ങനെ വഴകണം. എന്നിട്ട് ആ വെളിച്ചെണ്ണ തെളിയും. എന്നിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ മല്ലിയില ഇട്ടേക്കാം. മല്ലിയില വേണ്ടാത്തതിടണ്ട. എന്നിട്ടൊന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്ക് തീ ഓഫാക്കാം. ഈ ചപ്പാത്തിക്കും ചോറിനും കഴിക്കാൻ നല്ലൊരു കൂട്ടാനാണ്. നമ്മുടെ ടൊമാറ്റോ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. തട്ടിക്കൂട്ട് ടൊമാറ്റോ കൂട്ടാൻ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളും ഇതൊന്ന് ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ
പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയണം. ബിജീസ് കിച്ചൺ ഉണ്ട്, അത് കാണണം. ഇതുപോലുള്ള വിഭവമായി നമുക്ക് വീണ്ടും കാണാം. ബൈ. ഗോഡ് ബ്ലെസ് യു.